അത്രയും കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് വന്നെത്താനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇന്നിവിടെ ഭയങ്കര തണുപ്പാണ്, കുറച്ച് മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല വിൻഡിയാണ്. അതുകൊണ്ട് നടക്കാൻ പോകാനൊന്നും ഒരു രക്ഷയില്ല. ഏതായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഒക്കെ താഴെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജോബ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങളുടെ ജോബ് ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ആ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോബിൻ്റെ ലിങ്ക് ഞാൻ അതിന് താഴെ ഇട്ടേക്കാം. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പോയി വേഗം തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഡിഗ്രി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഒരു രാജ്യത്ത് വന്ന് ഒരു ഡിഗ്രി എടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് നേരിട്ട് ഒരു പാത്വേ അവർക്കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഒരുപാട് പണമൊക്കെ മുടക്കി അവർക്ക് ഡിഗ്രി എടുക്കാനായിട്ട് 3 വർഷം പാഴാക്കാതെ ഇതുപോലുള്ള രാജ്യത്തേക്കുള്ള സ്റ്റഡി വിസകളൊക്കെ എടുക്കാനായിട്ട് നോക്കുക. ഈ സ്റ്റഡി 3 വർഷത്തേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് അവർക്കൂടെ വർക്ക് വിസ കിട്ടും. അപ്പോൾ അതിൽ അവരുടെ ജോലി ചെയ്ത് ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് വരാനുള്ള വഴികൾ നോക്കാം. സ്റ്റഡി വിസയിൽ വരാനായിട്ട് വളരെ എളുപ്പമാണ്. 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നതിന് ഏകദേശം 30 ലക്ഷം രൂപയാവും. ഏകദേശമാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അതിൽ കുറച്ചാവും. ഇനി അതോടൊപ്പം പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ ചിലവാക്കേണ്ടി വരില്ല. ആദ്യം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പണം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ മാസവും ഈ കുട്ടിക്ക് ജോലി ചെയ്യാൻ പോയില്ലെങ്കിൽ അതിനുള്ള പണം ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ജീവിക്കുന്നത്. ഇനി അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം. 20 മണിക്കൂർ ആഴ്ചയിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ, ആ വർക്ക് ചെയ്തും അവർക്കൂടെ കുറച്ച് പണം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ +2 കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നാട്ടിൽ ഒരുപാട് പണം മുടക്കി അവിടെ ഡിഗ്രി ചെയ്യാതെ ഇത്തരം രാജ്യത്തേക്ക് കുറച്ചുകൂടി പണം മുടക്കി വരാനായിട്ട് നോക്കുക. അപ്പോൾ അതിലൂടെ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലെ കൾച്ചറൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൾച്ചറിൽ ജീവിക്കാനാണ് ഇന്നത്തെ യൂത്തിന് ഇഷ്ടം. അപ്പോൾ അങ്ങനെ സാഹചര്യമുള്ളവർ ഒരു സ്റ്റഡി വിസയ്ക്കായിട്ട് ശ്രമിക്കുക. ആ സ്റ്റഡി വിസയിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിയാലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്താം കേട്ടോ. ന്യൂസിലൻഡിലേക്കാണെങ്കിൽ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനെ സെർച്ച് ചെയ്തിട്ട് അവരുടെ ജോലിയും, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണെങ്കിൽ മാര രജിസ്റ്റേർഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കമ്പനീസിനെ കണ്ടെത്താം. ആ കമ്പനികൾ വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജോലി അപ്ലൈ ചെയ്ത് കിട്ടുന്നത് മുറയ്ക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഏതെങ്കിലും സൗകര്യം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഇതുപോലുള്ള രാജ്യങ്ങളിൽ വന്ന് പഠിച്ച് ജോലി നേടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ലിങ്കിലൊക്കെ പോയി നോക്കിയിട്ട് നിങ്ങളുടെ ജോബ് അതിലില്ലെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൻ്റെ ലിങ്ക് തരാം. ഓക്കെ, ഇവിടെ എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്. അതായത് ഒരു 2 വയസ്സായ കുട്ടിയെ കൊണ്ട് നമ്മളൊരു പ്രീ സ്കൂളിൽ ചേർക്കുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ ടീച്ചർക്ക് 50 വയസ്സോ 60 വയസ്സോ ഒക്കെ ഉണ്ടാവാം. അവരെ പോലും അവരുടെ പേരാണ് വിളിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ വളരെ അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം മിക്കവാറും ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ചേച്ചി, ചേട്ടാ, ആൻറ്റി, അങ്കിൾ എന്നും ആരും ഇവിടെ വിളിക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കുന്നു. ചെറിയ കുട്ടികളായിട്ട് ചിലപ്പോൾ ഒക്കെ സംസാരിക്കുമ്പോൾ എന്നെയും ഇതുപോലെ തന്നെ പേര് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് ഇല്ല എന്നല്ല. ചെറിയ ക്ലാസ് മുതൽ അവരെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും അതുപോലെ കൈൻഡ്നെസ് കാണിക്കാനുമാണ് ഇവിടെ നിന്ന് ആദ്യം കൊടുക്കുന്ന പരിശീലനം. അപ്പോൾ അവരുടെ മാജിക് വേർഡ്സ് പ്ലീസ് ആൻഡ് താങ്ക് യു ആണ്. ആ പ്ലീസ് ആൻഡ് താങ്ക് യു അവർ പ്രീ സ്കൂൾ മുതലേ പഠിച്ചു തുടങ്ങും. നമ്മളോട് എന്ത് കാര്യം ചോദിക്കുമ്പോഴും അവർ പ്ലീസ് ചേർത്തും ലാസ്റ്റ് താങ്ക് യു ചേർത്തുമാണ് അവസാനിപ്പിക്കുക. പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു പറയുന്നത് നമ്മുടെ നാട്ടിൽ പതിവില്ല. ഇവിടെ അങ്ങനെയല്ല. കുറച്ച് നീങ്ങി കുറച്ച് സ്ഥലം കൊടുത്താൽ പോലും അവർ താങ്ക് യു പറയുന്നു. ഒരു സാധനം എടുത്തു കൊടുത്താൽ അപ്പോൾ താങ്ക് യു പറയുന്നു. എത്ര പ്രാവശ്യം ഒരു ദിവസം താങ്ക് യു പറയുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർ താങ്ക്സ് പറയുന്നു. നല്ലൊരു പ്രാക്ടീസ് ആണല്ലേ. കേൾക്കുന്നവർക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ സീ യു, ബൈ.